ഗുഡ്ബിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു പച്ചക്കറിമുളക് ഇട്ട കരിമീൻ പൊള്ളിച്ചത്. വരും നമുക്ക് കിച്ചണിലേക്ക് പോകാം. കരിമീൻ പച്ചക്കറിമുളക് ഇട്ട് പൊള്ളിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നല്ലൊരു മുഴുത്ത കരിമീൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, 1/2 കിലോയോളം വരുന്ന ഒരു കരിമീൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, പച്ചക്കുരുമുളക്, ചെറിയുള്ളി, നാരങ്ങ, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, തേങ്ങയുടെ 1/4 പാൽ, വെളിച്ചെണ്ണ. ഇത്രയും സാധനമാണ് കരിമീൻ പച്ചക്കുരുമുളക് ഇട്ട് പൊള്ളിച്ചതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് കരിമീൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. അതിന് വേണ്ടി സാധനങ്ങൾ: ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം പെരുംജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണ്, നാരങ്ങയുടെ നീര്, മസാല നല്ല മിക്സാക്കിയിട്ട് കരിമീനിലൊന്ന് തേച്ച് പുരട്ടി കൊടുക്കാം. കരിമീൻ നല്ല വരഞ്ഞു വെച്ചിരിക്കുന്ന കരിമീനാണ്. കരിമീൻ്റെ വിടവുകളിലെല്ലാം നല്ലതായിട്ട് ഉപ്പും ആ പുളിയൊക്കെ ഒന്ന് പിടിച്ചെടുക്കുന്ന രീതിയിൽ മസാല തേച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. 20 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് കരിമീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ചേറെ കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കരിമീൻ നല്ല മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. കരിമീനൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. കരിമീൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് പൊള്ളിച്ച മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് സ്വല്പം ഉപ്പ്, നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് പച്ചക്കുരുമുളക് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ 2 പച്ച കുരുമുളകിൻ്റെ ഇത് ആണ് എടുത്തിരിക്കുന്നത്, 2 എണ്ണത്തിനുള്ളിൽ. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മൾ മസാല തയ്യാറാക്കുന്നതോടെ നമ്മുടെ കരിമീനിൽ ഒരു ശ്രദ്ധ വേണം. കരിമീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചെറിയുള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം തക്കാളി, ഇപ്പോൾ ആദ്യം തക്കാളി ചേർത്ത് കൊടുക്കുക. ഉള്ളി തക്കാളി നല്ല സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി,
പെരുംജീരകപ്പൊടി 1 സ്പൂണ്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളകും കറിവേപ്പിലയുടെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ പച്ചക്കുരുമുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി മസാല ഒന്ന് മൂത്ത് വരുന്നതിന് വേണ്ടി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാല നല്ല വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1-ാം പാല് നല്ല കട്ടിക്ക് തന്നെ എടുക്കണം. 1-ാം പാല് ചേർത്ത് കൊടുക്കുക. നല്ല വരട്ടിയെടുക്കുക. നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടി വാഴയില ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. കരിമീൻ പൊള്ളിക്കാനുള്ള മസാല, പച്ചക്കുരുമുളകിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റാക്കി പൊള്ളിക്കാൻ വേണ്ടി വെക്കാം. താഴ്ഭാഗത്ത് മസാല വെച്ച് ഇനി മുകൾ ഭാഗത്ത് നല്ല തേച്ച് നല്ല സെറ്റാക്കി കൊടുക്കണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പച്ചക്കുരുമുളകിൻ്റെ ചെറിയുള്ളിയുടെയൊക്കെ തേങ്ങാപ്പാലിലൊക്കെ വേവിച്ചതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓവർ മസാലയുടെ ആവശ്യമില്ല. മസാല നല്ല തേച്ച് നല്ല പിടിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഇല നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. നല്ല മുഴുത്ത കരിമീനായിട്ട് നല്ല മുഴുത്ത ഇല തന്നെ എടുക്കണം. ഇട്ട് വാഴനാര് വെച്ച് ഒന്ന് കെട്ടി നമുക്ക് കൊടുക്കാം. തവയൊന്ന് ചൂടായിട്ടുണ്ട്. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് തവയിലോട്ട് കരിമീൻ അങ്ങ് പൊള്ളിക്കാൻ വേണ്ടി വെക്കുക. ഓവർ തീ കൊടുക്കല്. ഒരു മീഡിയം ഫ്ലെയിമിൽ മസാലയൊക്കെ ഒന്ന് കരിമീനിലോട്ട് പിടിച്ച് സെറ്റാകാനുള്ളൊരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കരിമീൻ പച്ചക്കുരുമുളകിട്ട് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വ്യത്യസ്തയുള്ള ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.